ആത്മകഥാ വിവാദം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ അണികളെ ഒന്ന് മെരുക്കാൻ പി സരിന് വേണ്ടി പ്രസംഗിക്കാൻ ഇ.പി. ജയരാജൻ പാലക്കാട് എത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നവംബർ 14-നാണ് ഇ.പി. ജയരാജന്റെ പാലക്കാട്ടെ പൊതുയോഗം. പാലക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഇ.പി. ജയരാജൻ സംസാരിക്കുക. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരമാണ് ഇ.പി. പാലക്കാട് എത്തുന്നത്. അതേസമയം ആത്മകഥാ വിവാദത്തിൽ DGPക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇ.പി. ജയരാജൻ ആത്മകഥ ഇതുവരെ എഴുതി കഴിയുകയോ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും ഇ.പി. നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ആത്മകഥയുടെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും തെറ്റായ പ്രചരണം നടത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ദിവസം വ്യാജ വാർത്ത പ്രചരിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്നും ഇ.പി.യുടെ പരാതിയിൽ പറയുന്നു. അതേസമയം ഇ.പി.യുടെ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന ആത്മകഥയുടെ ഉള്ളടക്കത്തിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നിരുന്നു. അതിങ്ങനെയായിരുന്നു: തന്നെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രയാസമുണ്ട്. പദവി നഷ്ടപ്പെട്ടതിലല്ല, പാർട്ടി തന്നെ മനസ്സിലാക്കാത്തതിലാണ് പ്രയാസം. നിലപാട് കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചു. ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ ദുർബലമാണ് രണ്ടാം പിണറായി സർക്കാർ. തിരുത്തൽ വരുമെന്ന് പറഞ്ഞാൽ പോരാ, അടിമുതൽ മുടി വരെ വേണം. ഡോക്ടർ പി സരിൻ നാളെ വയ്യാവേലി ആകുമെന്നും ഉള്ളടക്കത്തിൽ പറയുന്നുണ്ട്. സംഭവം വിവാദമായതോടെ ആത്മകഥയുടെ പ്രസിദ്ധീകരണം DC ബുക്സ് മാറ്റിവെച്ചു. ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് DC ബുക്സ് വിവരം അറിയിച്ചത്. നിർമ്മിതിയിലുള്ള സാങ്കേതിക തടസ്സം മൂലം പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം നീട്ടിവച്ചിരിക്കുകയാണെന്നാണ് DC ബുക്സ് നൽകിയ വിശദീകരണം. ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കുന്നതാണെന്നും DC ബുക്സ് പ്രതികരിച്ചിട്ടുണ്ട്. പുസ്തകം ഇന്നു മുതൽ വിറ്റഴിക്കണമെന്ന് സ്റ്റോറുകൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം DC ബുക്സ് പിൻവലിച്ചു. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ ഇ.പി. ജയരാജൻ DC ബുക്സുമായി കരാർ ഒപ്പിട്ടിരുന്നുവെന്നാണ് പ്രസാധകർ അറിയിക്കുന്നത്. എന്നാൽ പരസ്യ പ്രതികരണത്തിന് DC ബുക്സ് തയ്യാറായിട്ടില്ല. പുസ്തകം ഇന്ന് രാവിലെ 10:30 പുറത്തിറങ്ങുമെന്നായിരുന്നു DC ബുക്സ് നേരത്തെ അറിയിച്ചിരുന്നത്. അതേസമയം ഇ.പി.യെ വിമർശിച്ചും പിന്താങ്ങിയും നിരവധി പേരാണ് രംഗത്തെത്തിയത്. ഇ.പി. ജയരാജൻ പിണറായി വിജയൻ അല്ലെന്നും ഇ.പി. തറവാടിത്തമുള്ള വ്യക്തിയാണെന്നും PV അൻവർ MLA പ്രതികരിച്ചു. ആത്മകഥാ വിവാദത്തിന് പിന്നാലെ ഇ.പി. ജയരാജൻ DGPക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് PV അൻവറിന്റെ പ്രതികരണം. താൻ വർഗീയവാദിയാണെന്ന് ഇ.പി. പറയില്ലെന്നും താനുമായി ഇ.പിക്ക് നീണ്ട കാലത്തെ പരിചയമുണ്ടെന്നും PV അൻവർ പറഞ്ഞു. ഇ.പി. ജയരാജനോടൊപ്പമുള്ള ഫോട്ടോ അൻവർ നേരത്തെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജൻ പറയുന്നതാണ് പാർട്ടി മുഖവിലേക്ക് എടുക്കുന്നതെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. വിവാദം അദ്ദേഹത്തിന്റെ അറിവോടെ അല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കുകയാണ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമെന്നും MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുസ്തക പ്രസിദ്ധീകരണ കമ്പനിക്ക് കരാർ കൊടുത്തിട്ടില്ലെന്ന് ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ പുസ്തകം എഴുതിയില്ല എന്ന് ജയരാജൻ വ്യക്തമാക്കിയ സ്ഥിതിക്ക് പിന്നീട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. പുസ്തകം എഴുതാൻ പാർട്ടിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. പുസ്തക വിവാദം ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല, തിരിച്ചടിയാകുകയുമില്ല. തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടുമെന്നും പുസ്തക വിവാദം പരിശോധിക്കുമോ എന്ന ചോദ്യത്തിന് ഏത് വിഷയമാണ് ഞങ്ങൾ പരിശോധിക്കാത്തത് എന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. മുൻ LDF കൺവീനർ ആത്മകഥയിൽ എന്ന പേരിൽ പുറത്തുവന്ന ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ പ്രതികരണവുമായി പാലക്കാട് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനും രംഗത്തെത്തിയിരുന്നു. അങ്ങനെ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വായനക്കാരുടെ കയ്യിലെത്തിയ ശേഷം വിഷയം ചർച്ച ചെയ്യാമെന്നും താൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുമെന്നും മറുപടി പറയാതെ പോകില്ലെന്നും സരിൻ പ്രതികരിച്ചു. പുസ്തകത്തിലെ ഭാഗങ്ങൾ എന്ന പേരിൽ പുറത്തു വന്ന പരാമർശങ്ങൾ അദ്ദേഹം തന്നെ നിഷേധിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. പരാമർശങ്ങൾ ഒരുപക്ഷെ വളച്ചൊടിച്ചതായിരിക്കാം. പുസ്തകം പുറത്തു വന്നാലേ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നും സരിൻ പറഞ്ഞു. അതേസമയം പോളിംഗ് ദിനത്തിൽ ഇടതുമുന്നണിയെ വെട്ടിലാക്കിയാണ് ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദം പുറത്തു വന്നത്. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ആത്മകഥയിൽ പാർട്ടിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണുള്ളത്. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നാണ് പ്രധാന വിമർശനം. രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് CPM പ്രവർത്തകരും നേതാക്കൾക്കുമിടയിൽ മോശം അഭിപ്രായമാണ് ഇ.പി. ജയരാജന്റെ വാക്കിലൂടെ പുറത്തുവരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. CPMലെ വലിയൊരു വിഭാഗം സഖാക്കൾ സർക്കാരിനെതിരെ ശക്തമായ നിലപാടാണ് എടുക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. പാർട്ടിയിലെ എതിർപ്പ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തും കണ്ടതാണ്. BJPയിൽ സ്ഥാനാർത്ഥിത്വം ചോദിച്ചു പോയ ആളെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയതിനെ തുടർന്ന് CPMൽ കലാപമാണെന്ന് പ്രതിപക്ഷം പറഞ്ഞ് അടിവരയിടുന്നതാണ് ഇ.പി. ജയരാജന്റെ ആത്മകഥയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടിയ അവസരവാദിയാണ് CPM സ്ഥാനാർത്ഥിയാക്കിയതെന്ന് CPMന്റെ ഉന്നതരായ നേതാക്കൾ പോലും പരാതിപ്പെടുകയാണ്. CPMലെ ഒരു സംഘമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇ.പി. ജയരാജനും CPMനും ഇപ്പോൾ ആത്മകഥ നിഷേധിക്കുകയാണ്. ജയരാജൻ നേരത്തെയും ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ്.
ജാവ്ദേക്കറെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം കണ്ടില്ലെന്ന് പറഞ്ഞു. DC ബുക്സ് പോലെ വിശ്വാസ്യതയുള്ള ഒരു പ്രസാധക സ്ഥാപനത്തിന് ആകാശത്തു നിന്നും ഒരാളുടെ ആത്മകഥ എഴുതാൻ സാധിക്കുമോ? ജയരാജന്റെ അനുമതിയില്ലാതെ കവർ പേജ് പ്രസിദ്ധീകരിച്ച് പുസ്തകം ഇന്ന് എല്ലാ സ്റ്റോറുകളിലും എത്തുമെന്ന് അറിയിപ്പ് നൽകാൻ DC ബുക്സിന് സാധിക്കുമോ? ആത്മകഥ പുറത്തുപോയത് എങ്ങനെയാണെന്ന് EP ജയരാജനാണ് അന്വേഷിക്കേണ്ടത്. EP പാർട്ടിയിലെ മിത്രങ്ങളാണോ അതോ ശത്രുക്കളാണോ അത് പുറത്തു കൊടുത്തതെന്ന് മാത്രം EP അന്വേഷിച്ചാൽ മതി. ബാക്കിയെല്ലാം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ചും പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചുമുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടെന്നും സതീശൻ പറഞ്ഞു. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതെന്ന് ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി ഉച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങേണ്ട പുസ്തകമായിരുന്നു. EP ജയരാജനും CPM-ഉം 20-ാം തീയതി വരെ കള്ളം പറഞ്ഞേ പറ്റൂ. പണ്ട് നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് രമയെ കാണാൻ VS അച്യുതാനന്ദൻ പോയത്. ജാവ്ദേക്കറെ കണ്ടതിന്റെ പേരിൽ തന്നെ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ ജയരാജന് സങ്കടമുണ്ട്. രണ്ടാം പിണറായി സർക്കാരിനെതിരെ CPM നേതാക്കൾക്കിടയിലും അണികളിലും വികാരമുണ്ട്. ഞങ്ങൾക്ക് CPM-ൽ നിന്നും വോട്ട് ലഭിക്കും, പാർട്ടി നന്നായാൽ മാത്രമേ ഇനി പാർട്ടിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന നല്ല സഖാക്കളുമുണ്ട്. ആദ്യത്തെ 10 ദിവസം DCCയുടെ കത്തുമായി നടന്ന മാധ്യമങ്ങൾ ഇനിയും 5 ദിവസമെങ്കിലും ഈ ബുക്കുമായി നടക്കണം. ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ്. ഒരു പേജുള്ള കത്തിൽ നിന്നും തുടങ്ങിയ തെരഞ്ഞെടുപ്പ് 180 പേജുള്ള പുസ്തകത്തിൽ അവസാനിക്കുന്ന രസകരമായ കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസിലാണ് കുഴപ്പമെന്നാണ് പറഞ്ഞത്. കോൺഗ്രസിൽ കുഴപ്പമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. ജനാധിപത്യ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ എല്ലാവരും ഒരു ടീമായി നിൽക്കും. CPM-ൽ കലാപം നടക്കുകയാണ്. പരസ്പരമുള്ള ചെളിവാരിയേറിയലാണ് CPM-ൽ നടക്കുന്നത്. CPM നേരിടുന്ന ജീർണതയുടെ പ്രതിഫലനങ്ങളാണ് പുറത്തു വരുന്നതെന്നും സതീശൻ ആരോപിച്ചു. അതേസമയം ഒന്നും രണ്ടുമല്ല 178 പേജ് ലേഔട്ട് ചെയ്ത് പുറത്തു വന്നതിനാൽ പുസ്തകം പ്രസിദ്ധീകരണത്തിന് തയ്യാറായിരുന്നുവെന്ന് വിലയിരുത്തുന്നവരും ചുരുക്കമല്ല. രാഷ്ട്രീയത്തിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അച്ചടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പ്രസാധകർ വെളിപ്പെടുത്തിയിരുന്നില്ല. കുറച്ച് ദിവസത്തേക്ക് പ്രകാശനം ചെയ്യുന്നത് മാറ്റിവെച്ചെന്ന് മാത്രമാണ് അവരുടെ വിശദീകരണം. ഏതായാലും വോട്ടെടുപ്പ് ദിനം കൃത്യമായി വിവാദം സൃഷ്ടിക്കുന്ന ടൈമിംഗ് പാർട്ടി ഗൗരവത്തിലെടുക്കാനാണ് സാധ്യത. EP വിശദീകരണം ഇന്ന് വിശ്വാസത്തിലെടുത്ത പാർട്ടി സെക്രട്ടറിയും വരും ദിവസങ്ങളിൽ ഇതിനെ എങ്ങനെ വിലയിരുത്തുമെന്നാണ് ശ്രദ്ധേയമാകുന്നത്. പുറത്തുവരുന്ന ഭാഗങ്ങൾ അതേപോലെ പുസ്തകത്തിൽ ഇനി ഉണ്ടാകുമോ എന്നതും ചോദ്യമായി നിൽക്കുന്നു. അതേപടി വന്നാൽ EP വിശദീകരണം അമ്പേ പാളും. തെരഞ്ഞെടുപ്പ് ദിനങ്ങളിൽ ഉയരുന്ന വിവാദങ്ങൾ ഇടതുപക്ഷത്തിന് ഒരിക്കൽ കൂടി തലവേദന സൃഷ്ടിക്കുകയാണ്. എതിരാളികൾക്ക് ആയുധം നൽകുന്ന വിവാദങ്ങളുടെ സൃഷ്ടാക്കൾ സ്വന്തം നേതാക്കൾ തന്നെയാണ് എന്നതാണ് CPM-നെ കൂടുതൽ കുഴയ്ക്കുന്നത്. പോളിംഗ് ബൂത്തുകളിൽ ജനം വിധിയെഴുതുമ്പോൾ EP ജയരാജൻ ഇത് 2-ാം തവണയാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനത്തിലായിരുന്നു EP ആദ്യ വെടി. കേരള ചുമതലയുള്ള BJP പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം വോട്ടെടുപ്പ് ദിനം രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സ്ഥിരീകരിച്ചു. ഇപ്പോൾ പാലക്കാട് അടക്കം വാശിയേറിയ പോരാട്ടം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൂടിയാണ് EP പാർട്ടിക്ക് പ്രഹരം നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.